ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസിയിൽ സെർവിക്സിൽ സ്റ്റിച്ച് ഇടേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ഇടേണ്ടി വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രഗ്നൻസിയിൽ സ്ത്രീകളിൽ സെർവിക്സിന് 2.5 സെൻറ്റിമീറ്ററിൽ താഴെയാണ് ലെങ്ത് എങ്കിൽ സെർവിക്സിന് സ്റ്റിച്ച് ഇടുന്നതാണ്. പ്രഗ്നൻസി ടൈമിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങുന്നത് കൊണ്ടും വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടും താഴേക്കുള്ള പ്രഷർ കൂടുന്നതാണ്. ഗർഭാശയ മുഖം കുറച്ച് വീക്കായിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ താഴേക്ക് പ്രഷർ ഉണ്ടാകുമ്പോൾ ഗർഭാശയ മുഖം തനിയെ വികസിക്കാനും കുഞ്ഞ് പുറത്തേക്ക് വരാനും കാരണമാകും. ഇങ്ങനെ കുഞ്ഞ് തനിയെ പുറത്തേക്ക് വരാതെ കുഞ്ഞിനെ അവിടെ താങ്ങി നിർത്താനായിട്ടാണ് സെർവിക്സിൽ സ്റ്റിച്ച് ഇടുന്നത്. 3-ാം മാസത്തിലെ സ്കാനിങ്ങിന് ശേഷമാണ് സാധാരണയായി സ്റ്റിച്ച് ഇടാറുള്ളത്. ഇങ്ങനെ സെർവിക്സ് വീക്ക് ആവാൻ സാധ്യതയുള്ളത്, അതായത് താഴ്ഭാഗം നേരത്തെ വികസനം വരാൻ സാധ്യതയുള്ളത് ആരിലൊക്കെയാണ് എന്ന് നോക്കാം. ഗർഭപാത്രത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും, നേരത്തെ സെർവിക്സിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവർ, മുന്നത്തെ ഡെലിവറികൾ മാസം തികയാതെ നടന്നിട്ടുള്ളവർ, ഫസ്റ്റ് ട്രൈമസ്റ്ററിന് ശേഷം അബോർഷൻ നടന്നിട്ടുള്ളവർ, ഡിയാൻസി ചെയ്തിട്ടുള്ളവർ, ഫസ്റ്റ് ട്രൈമസ്റ്ററിന് ശേഷം അബോർഷൻ നടന്നിട്ടുള്ളവരിലും മുന്നത്തെ പ്രഗ്നൻസിയിലും ഷോർട്ട് സെർവിക്സ് ആയിട്ടുള്ളവരിലുമൊക്കെ സെർവിക്സ് വീക്ക് ആകാനും ഷോർട്ട് സെർവിക്സ് ആകാനുള്ള സാധ്യതയുമുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസിയിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത ആർക്കൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെയും ചിലർക്ക് ഷോർട്ട് സെർവിക്സ് കാണാറുണ്ട്. മുകളിൽ പറഞ്ഞ റിസ്കി ഫാക്ടേഴ്സ് ഉള്ളവരാണ് എങ്കിൽ സെർവിക്സിൻ്റെ ലെങ്ത് പരിശോധിക്കുകയും ഷോർട്ട് സെർവിക്സ് ആണ് എങ്കിൽ സ്റ്റിച്ച് ഇടുന്നതുമാണ്. ഇങ്ങനെ സ്റ്റിച്ച് ഇടുന്നത് കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരുവിധ ദോഷവും ഉണ്ടാകുന്നതല്ല. ഷോർട്ട് സെർവിക്സ് ഉള്ള ആളുകളിൽ കുഞ്ഞിനെ യൂട്രസിൽ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇടുന്നതിലൂടെ സാധിക്കും. നേരത്തെ പ്രഗ്നൻസി ടൈമിൽ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളവർ, യൂട്രസിന് അബ്നോർമാലിറ്റീസ് ഉള്ളവർ, ചില സന്ദർഭങ്ങളിൽ അബോർഷൻസ് നടന്നിട്ടുള്ളവരിലുമൊക്കെ സെർവിക്സിൻ്റെ ലെങ്ത് ഒന്നും നോക്കാതെ തന്നെ 3-ാം മാസത്തെ സ്കാനിങ്ങിന് ശേഷം സ്റ്റിച്ച് ഇടാറുണ്ട്. സെർവിക്സ് ഷോർട്ടൻ ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരിൽ സ്കാനിങ്ങുകളിൽ കറക്റ്റായി സെർവിക്സിൻ്റെ ലെങ്ത് മോണിറ്റർ ചെയ്ത് 2.5 സെൻറ്റിമീറ്ററിൽ കുറവാണ് ലെങ്ത് എങ്കിൽ സ്റ്റിച്ച് ഇടാറുണ്ട്. ഓൾറെഡി സെർവിക്സ് വികസനമായിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അപ്പോൾ തന്നെ സ്റ്റിച്ച് ഇടുന്നതാണ്. ഇങ്ങനെ എമർജൻസി ആയിട്ട് സ്റ്റിച്ച് ഇടേണ്ടി വരുന്നവരിൽ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും പ്രാവർത്തികമാകാറില്ല. സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നോർമലായി 36 ആഴ്ചയാകുമ്പോഴാണ് സ്റ്റിച്ച് എടുക്കുന്നത്. നേരത്തെ വേദന വരികയാണെങ്കിലോ ബ്ലീഡിങ്, വെള്ളം പൊട്ടിപ്പോകുക ഇങ്ങനെയുള്ള കേസുകളിൽ നേരത്തെ സ്റ്റിച്ച് എടുക്കുന്നു. ഷോർട്ട് സെർവിക്സ് ഉള്ള ഓരോരുത്തരുടെയും കണ്ടീഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കുന്ന രീതികളിലും വ്യത്യാസമുണ്ട്. ബെഡ് റെസ്റ്റ് എടുക്കണോ എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് കറക്റ്റായി ചോദിച്ചു മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.